നമുക്ക് അറിയാം, വികസിത അനന്തപുരി എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യത്തിന്റെ പുറത്ത് തന്നെയാണ് മുന്നോട്ട് പോയത്. അതുമാത്രമല്ല, എങ്ങനെയായിരിക്കണം ഇനി നഗരസഭ ഭരിക്കേണ്ടത് എന്നുള്ള മാർഗരേഖ അക്കമിട്ട് നിരത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഗൗതം. അപ്പോൾ അതനുസരിച്ച് ഇനി ചുവടുവയ്പ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നത്, അനന്തപുരിയെ കാത്തിരിക്കുന്നത് ഒരു വികസന കുതിപ്പ് അല്ലെങ്കിൽ വികസന മുന്നേറ്റം തന്നെ ആയിരിക്കണം. ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ചുവടുവയ്പ് തന്നെയാകില്ലേ ഇത്? ഉറപ്പായിട്ടും. അതായത് വികസിത അനന്തപുരി എന്ന ഒരു റോഡ് മാപ്പ്, ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP തലസ്ഥാനത്തെ ജനങ്ങൾക്കിടയിലേക്ക് വന്നത്. അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ, കോർപ്പറേഷന്റെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തിരുവനന്തപുരം നഗരത്തെ മാറ്റിമറിക്കുമെന്ന് കൃത്യമായ വിശദീകരണം ഓരോ വാർഡുകളിലും നൽകിക്കൊണ്ടുള്ള പ്രചരണമാണ് നടത്തിയത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. 50-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നു. ഇപ്പോൾ പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാരാർജി ഭവനിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വികസിത അനന്തപുരി എന്ന BJPയുടെ പ്രചരണം ജനങ്ങൾ നെഞ്ചിലേറ്റുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കോൺഗ്രസിന്റെ വിജയം അത് താൽക്കാലികമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. നിയമസഭയിലേക്ക് എത്തിക്കഴിയുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെ BJP തരംഗമുണ്ടാകുമെന്ന സന്ദേശം അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും BJPയുടെ ആഘോഷങ്ങൾ അത് ഏത് നിലയിലാണ് ഇപ്പോഴും തുടരുന്നത്? ഇപ്പോൾ തലസ്ഥാനത്തിന്റെ തെരുവോരങ്ങളിലേക്ക് പടരുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളുള്ള ഈ നാലാഞ്ചിറയിലെ ഈ കോളേജ് ഭാഗത്ത് നിന്ന് ആളുകൾ പതുക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അവരവരുടെ കോളേജ് ഭാഗത്ത് നിന്ന് ആളുകൾ പതുക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അവരവരുടെ വാർഡുകളിലേക്ക്, അവരവരുടെ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് വിജയിച്ച സ്ഥാനാർത്ഥികളുമായി BJPയുടെ അടക്കം പ്രവർത്തകർ അങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തലസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ BJPയുടെ ഏറ്റവും തിളക്കമാർന്ന വിജയം, അധികാരത്തിലേക്ക് എത്തുന്ന തലസ്ഥാനം കോർപ്പറേഷന്റെ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് എത്തുന്ന ദിനം കൂടിയാണ് ഇന്ന്. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആരാണ് അടുത്ത മേയർ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, BJP ഒരു ചരിത്ര വിജയം നേടിയിരിക്കുന്നു. 30 വർഷത്തിലധികം നീണ്ടുനിന്ന LDF ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ രീതിയിലുള്ളൊരു മാറ്റം ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനത്തിന് തലസ്ഥാനത്ത് തുടക്കം കുറിക്കുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടതൊരു തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ നേരിട്ട് ഇറങ്ങിച്ചെന്ന് താഴേക്കിടയിലേക്ക് എത്തിച്ചെന്ന് ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ ഏത് വിധത്തിലാണ് തിരുവനന്തപുരം നഗരസഭയെ വികസിത ഭാരതത്തിനൊപ്പം ചേർത്ത് പിടിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാഷ്ട്രീയ വിഷയങ്ങൾ മാറ്റി നിർത്തി CPM-ഉം കോൺഗ്രസും മരണങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനായിട്ട് ഉപയോഗിച്ചപ്പോൾ, അഴിമതിക്കഥകളെ മറച്ചുപിടിക്കാനായി ഉപയോഗിച്ചപ്പോൾ, വികസനം എന്നുള്ള ഒറ്റ പ്രചാരണ ആയുധം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോയത്. അധികാരത്തിലേറിയാൽ 45 ദിവസത്തിനുള്ളിൽ എന്താണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങളോട് കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും അതിനനുസരിച്ച് വർഷാവർഷം ചെയ്തു തീർത്ത പ്രവൃത്തികളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കുമെന്നുള്ളതായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം നേരിട്ടിറങ്ങി നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് ജനങ്ങൾ ഇരു മനസ്സോടെ അംഗീകരിച്ചു എന്നുള്ളതാണ് തലസ്ഥാന നഗരത്തിന്റെ ഈ വിധിയെഴുത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. കാരണം 5 വർഷം നീണ്ടൊരു ഭരണം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഉത്തരവാദിത്തരഹിതമായ ഭരണം, അതോടൊപ്പം തന്നെ അഴിമതികൾ നിറഞ്ഞ ഭരണം, ഭരണപരാജയങ്ങൾ മാത്രം നിറഞ്ഞൊരു ഭരണം. അതിനെല്ലാം ജനങ്ങൾ തൂത്തെറിഞ്ഞുകൊണ്ടാണ് കുറെ കാലമായി നിലനിന്നിരുന്ന, അല്ലെങ്കിൽ കുറെ കാലമായി ഈ പറയുന്ന അധികാരം തങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുമെന്ന് കരുതിയിരുന്ന ആൾക്കാർക്കൊക്കെയുള്ള തിരിച്ചടി കൂടിയാണ് തലസ്ഥാനത്തിന്റെ വിധിയെഴുത്ത് എന്നുള്ളതാണ്. എന്തായാലും BJP വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഇനി അതിന്റെ അന്തിമ പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ ചില കണക്കുകൂട്ടലുകൾ, ചില കാര്യങ്ങളൊക്കെ അവലോകനം അല്ലെങ്കിൽ അതിന്റേതായ വിലയിരുത്തലുകൾ കൂടി കഴിഞ്ഞാൽ അന്തിമ ഫലം പൂർണ്ണമായും പുറത്തു വരുന്നതോടുകൂടി BJPയെ സ്ഥാനാർത്ഥി തിരുവനന്തപുരം നഗരസഭയിലെ പുതിയ ഭരണകക്ഷിയായി പ്രഖ്യാപിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പിന്നീട് സത്യപ്രതിജ്ഞ, മേയർ ആരെന്നുള്ള തെരഞ്ഞെടുപ്പ്, സത്യപ്രതിജ്ഞ അടക്കമുള്ള ചടങ്ങുകൾ അങ്ങനെ പോകും. എന്തായാലും BJP വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് CPM ധരിക്കുന്ന, അല്ലെങ്കിൽ CPM നേരത്തെ കയ്യിൽ വെച്ചിരുന്ന പല സിറ്റിംഗ് സീറ്റുകൾ, UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ, LDF-ൽ തന്നെ CPI-യുടെ സിറ്റിംഗ് സീറ്റുകൾ എന്നിവയിലേക്ക് അടക്കം BJP കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം സെൻട്രൽ, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന ഭൂരിപക്ഷം സീറ്റുകളിലും ഭൂരിപക്ഷം വാർഡുകളിലും BJP വിജയിച്ചു കയറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത.
അതായത് വരാൻ പോകുന്ന 4 മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് തരുന്നുണ്ട്. എങ്ങോട്ടാണ് തലസ്ഥാനത്തിന്റെ മനസ്സ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ തലസ്ഥാനത്തിന്റെ മനസ്സ് എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരം നഗരം മാത്രമായി ചുരുക്കരുത്. കാരണം 2 പഞ്ചായത്ത് ഭരിച്ചിരുന്ന BJP 5 പഞ്ചായത്തിലാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിയന്നൂർ പോലെയുള്ള, അഴൂർ പോലെയുള്ള, മുതാക്കൽ പോലെയുള്ള സ്ഥലങ്ങളിൽ 5 പഞ്ചായത്തുകളിൽ നിലവിൽ BJP ആണ് മുന്നിൽ നിൽക്കുന്നത്. അതോടൊപ്പം വളരെ കുറച്ച് ബ്ലോക്ക് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന, ബ്ലോക്കുകളിൽ 5ഓ 6ഓ മാത്രം സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് ഏതാണ്ട് 11ഓ 16ഓ സീറ്റിലേക്ക് BJP വളർന്നിട്ടുണ്ട് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ BJPയുടെ മുന്നേറ്റം അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി നമുക്കറിയേണ്ടത് അന്തിമ വോട്ട് കണക്കുകൾ വരുമ്പോൾ എത്ര ശതമാനം എന്ന നിലയിലേക്ക് BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് അത് ദേശീയ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ സാക്ഷാൽ അമിത്ഷാ കേരളത്തിൽ വന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം അത് 25 ശതമാനത്തിലേക്ക് ഉയരുമെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. ആ തലത്തിലേക്ക് BJPയുടെ വോട്ട് പെർസെന്റേജ് മാറിയോ എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കും, ഏറ്റവും വലിയ സവിശേഷതയായിരിക്കും. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ മുന്നേറ്റം, വലിയ മാറ്റങ്ങൾക്ക് കേരളം സാക്ഷിയാകുന്ന, അതിന് നാന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുകയാണ്. അങ്ങനെ നന്ദഭാർഗവ് നന്ദഭാർഗവ് ഇപ്പൊ വീണ്ടും വിജയിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു പുതിയ വാർഡ്? ഇത്തവണ വളരെ അതിശക്തമായിട്ടുള്ള മത്സരമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ BJP മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം നഗരസഭയിൽ. ഇപ്പൊ അതാണ് ചിത്രം. കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെല്ലാം അമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ വിജയിച്ച വാർഡ്, നെട്ടയം വാർഡ്, കഴിഞ്ഞ തവണ എന്റെ ഭൂരിപക്ഷം 1034 വോട്ടായിരുന്നെങ്കിൽ ഇത്തവണ അതിലും ഭൂരിപക്ഷത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി നെട്ടയത്ത് വിജയിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന വട്ടിയൂർക്കാവ് വാർഡ് 726 വോട്ടുകൾക്കാണ് BJP വിജയിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിലെ എല്ലാ വാർഡുകളും BJP വിജയിച്ചിരിക്കുകയാണ്. പാങ്ങോട്, വാഴോട്ടോണം, കൊടുങ്ങാനൂർ, വലിയവള, കാഞ്ഞിരമ്പാറ, ശാസ്തമംഗലം എല്ലാം ഏതാണ്ട് നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെന്റർ എല്ലാം പൂർണ്ണമായിട്ടും നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളെല്ലാം ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു വന്നിരിക്കുകയാണ്. ഇത്തവണ കേരളത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേയർ വരികയാണ്. ഗൗതം, എനിക്കും വലിയൊരു അഭിമാനമുണ്ട്. കാരണം എന്റെ കോളേജിൽ എന്റെ ജൂനിയറായി പഠിച്ച ഒരാൾ കൂടിയാണ് നന്ദഭാർഗവ്. അങ്ങനെ തുടർച്ചയായ വിജയങ്ങളിലൂടെ തലസ്ഥാനത്തിന്റെ ഏറ്റവും പരിചിതമായ രാഷ്ട്രീയ മുഖങ്ങളിലൊന്നായി വളർന്നു കയറുന്ന ചെറുപ്പക്കാരൻ ഇനിയും BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഇതാ വീണ്ടും പുതിയ സ്ഥാനാർത്ഥികൾ, വിജയിച്ച സ്ഥാനാർത്ഥികളുമായി ഇപ്പോൾ എങ്ങനെ പാങ്ങോട് വാർഡിലെ ജനങ്ങൾ തന്ന വിജയം വലിയൊരു വിജയമായി കണക്കാണ്. ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. കാരണം നിലവിൽ നമ്മൾ 2 വർഷമായിട്ട് അവിടെ 2 ടൈമാര് BJP ആണ് അവിടെ ഭരിക്കുന്നത്. ആ ഭരണത്തിന്റെ എല്ലാം ഗുണം ജനങ്ങൾ വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ 1226 വോട്ടിന്റെ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് എന്നെ വിജയിപ്പിച്ചത്. വലിയൊരു ഉത്തരവാദിത്തം കാണും. ജനങ്ങളോടെല്ലാം നന്ദിയുണ്ട്. ഈ ജനങ്ങളോടെല്ലാം നന്ദി പറയും. ഗൗതം, അപ്പോൾ ഓരോ വാർഡുകളിൽ നിന്ന് വിജയിച്ച BJP സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കണം. ഏതാണ്ട് ഇനി വളരെ കുറച്ച് വാർഡുകളിലേക്ക് മാത്രമേ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരാനുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ നേരിട്ട് അവരവരുടെ നഗര കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ വാർഡുകളുടെ കേന്ദ്രങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. തുടർന്ന് വലിയ പ്രചാരണ അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ ആഘോഷ പ്രചാരണങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ആഘോഷങ്ങളുടെ BJP പ്രവർത്തകരുടെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ, തലസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ ആഘോഷങ്ങളിലേക്ക് അത് കടക്കുകയാണ്. അതിന് തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്തിന്റെ തെരുവോരങ്ങളിലേക്ക്, നഗരവീഥികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ഗൗതം. അതെ പ്രജിത്ത്, ആ സന്തോഷത്തിൽ പങ്കാളിയായിക്കൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ആ ഒരു സന്തോഷമൊക്കെ തത്സമയം നമ്മളോട് പങ്കുവച്ചത്. സീനിയറായി MG കോളേജ് എന്ന് പറഞ്ഞ ABVPയുടെ ഒരു ശക്തി തന്നെയാണ്. അവിടെ പഠിച്ച ആളുകളൊക്കെയാണ്. അവരൊക്കെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരുന്നു. പാങ്ങോട് വാർഡിലെ വിഷ്ണു മോഹൻ വിജയാഹ്ലാദം. പാങ്ങോട് വാർഡാണ് എന്റേത്. അങ്ങനെ ഒരു സ്വകാര്യ സന്തോഷം കൂടി ഉണ്ട്. ഒപ്പം രോഹിണി, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ കൂടി നമുക്കൊന്ന് പോകണം. തിരുവനന്തപുരത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും BJP നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്തിൽ 1 സീറ്റിൽ BJP വിജയിച്ചിട്ടുണ്ട്. അതിയന്നൂർ ബ്ലോക്കിൽ NDA 3 വിജയിച്ചിരിക്കുന്നു. നേമം ബ്ലോക്കിൽ 5 BJP വിജയിച്ചിരിക്കുകയാണ്. പോത്തൻകോട് 2, വെള്ളനാട് ഇല്ല, നെടുമങ്ങാട് ഇല്ല. ഓക്കെ,
അപ്പോൾ BJP ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സിറയൻ കീഴിൽ 4 വർക്കലയിൽ 2 അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 7ഓളം വാർഡുകൾ ചേരുന്നതാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഉൾപ്പെടെ BJP മികച്ച പ്രകടനം വലിയ രീതിയിലുള്ള ഒരു പ്രബല ശക്തിയാണ്. അതോടൊപ്പം ഗൗതം നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ LDF ഏറ്റുവാങ്ങിയ ഒരു പരാജയം, കനത്ത തിരിച്ചടി അല്ലെ. ഒരു പക്ഷേ ഇതൊക്കെ ഭരണ നേട്ടങ്ങളെ മുൻനിർത്തി കാണിക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളായിരുന്നു. മൂന്നാമതും ഞങ്ങൾ വരും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളായിരുന്നു. പക്ഷേ പാടയെ തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയല്ലേ കാണാൻ കഴിയും. ഉറപ്പായിട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയൊക്കെ എല്ലാ അർത്ഥത്തിലും റിഫ്ലക്ട് ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന്റെയൊക്കെ വലിയ അനന്തരഫലം ഇപ്പോൾ CPM-ഉം സംസ്ഥാന സർക്കാരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണിത്. സാധാരണയായി അടുത്ത കാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF-നായിരുന്നു കേരളത്തിൽ മുന്നേറ്റം. അത് കഴിഞ്ഞ തവണ മാത്രമല്ല, അതിന് മുൻപും അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സർക്കാർ മറ്റൊരു നിർണായകമായ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്ന ഘട്ടത്തിൽ 4 മാസങ്ങൾ കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് വരാനിരിക്കെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നു. അത് ഒരു മൂന്നാമത്തെ ശക്തിക്ക് അനുകൂലമായി കാര്യങ്ങൾ എത്തുന്നു. BJP ഒരു പ്രബല ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് മാത്രമല്ല ഈ LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ കൈയാളുന്ന പല കോട്ടകളും തകർന്നടിയുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും